ഒന്ന് കൈപൊക്കി കാണിക്കോ. ഓ, എല്ലാരും ഉണർന്നിരിക്കുന്നുണ്ട് സർ. അപ്പോ ഈ സമയം ഞാൻ ഈ അവസരം വേണോ സാറിന് കൊടുക്കുകയല്ലേ നല്ലത്. നല്ല കയ്യടി അടിച്ചാൽ ഞാൻ കൊടുക്കാം. യെസ്, താങ്ക് യു സോ മച്ച് സർ. പ്ലീസ്. BSS ഗുരുകുലത്തിൻ്റെ 54ാം വാർഷികം കൊണ്ടാടുന്ന വേളയിൽ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരങ്ങൾ. എത്രയോ സ്കൂളുകളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇത്തരം പോലെ ഒരു എനർജി ഇതുവരെ കണ്ടിട്ടില്ല. കുട്ടികൾക്കാണോ കൂടുതൽ എനർജി അതോ ടീച്ചേഴ്സിനാണോ അധികം എനർജി എന്നാണ് സംശയം. ഗംഭീരമായ ഈ ഒരു ഊഷ്മളമായ സ്വീകരണത്തിന്, സ്നേഹോജ്വലമായ ഈ സ്വീകരണത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ശരിക്കും ഗുരുവായൂരുകാരനാണ്. 3ാം ക്ലാസ് വരെ ഗുരുവായൂർ ഇവിടെ പഠിച്ചിട്ടുള്ളൂ. ബാക്കി പഠനം ഒക്കെ നടന്നത് പാലക്കാടായിരുന്നു, മിഷൻ സ്കൂളിലും വിക്ടോറിയ കോളേജിലും. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പ്രാർത്ഥനാ ഗാനങ്ങൾ പാടാൻ പോകും രാവിലെ. അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് പാടുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ബെന്നി മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ പാടുന്നതിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് നാളെ മുതൽ നീ പാടിക്കൊടുത്തിട്ട് ഇവർ പാടുന്ന മാതിരിയാണ്. എൻ്റെ സംഗീതത്തിൻ്റെ തുടക്കം ആ നിമിഷത്തിലായിരുന്നു. ആ ബെന്നി മാസ്റ്ററോട് എന്നെന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും ഒരു ഗായകൻ ആവണം എന്ന് ഉദ്ദേശിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷേ ഞാൻ അറിയാതെ യാദൃശ്ചികമായി ഒരു ഗായകനായതാണ്. പക്ഷേ എത്രയോ ആയിരക്കണക്കിന് ഗാനങ്ങൾ പാടാൻ എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. സംഗീത ലോകത്ത് വന്നിട്ട് ഇത് 45ാം വർഷം. 1981 എൻ്റെ സംഗീത യാത്ര തുടങ്ങുന്നത്. അച്ഛനമ്മമാരുടെ അനുഗ്രഹം, ബെന്നി മാസ്റ്റർ അനുഗ്രഹം, ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ്, എസ്പെഷ്യലി ശ്യാം സാർ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു എനിക്ക് വളരെ നല്ല ഗാനങ്ങൾ അന്നത്തെ കാലത്ത് ലഭിച്ചത്. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു. അന്ന് ദാസേട്ടനെയും ജയേട്ടനെയും കുറിച്ചല്ലാതെ വേറൊരു ഗായകനെ കുറിച്ച് ചിന്തിക്കില്ല. ആ സമയത്താണ് എനിക്ക് നല്ല നല്ല ഗാനങ്ങൾ തന്ന് ശ്യാം സാർ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇതുവരെ എത്തിച്ചതും. സോ ഈ വേദിയിൽ വെച്ച് ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്.